സ്വാതി ക്രിയേഷൻസിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് 2 തരം ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്ന് പഴം വെച്ചിട്ടുള്ള ജ്യൂസാണ്. അപ്പോൾ ഒരു 3 റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് പഴമായാലും കുഴപ്പമില്ല, ചെറുപഴം ഏത് പഴം വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ റോബസ്റ്റയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് മുറിച്ച് വയ്ക്കാം. ഇനി ഒരു 3 സ്പൂൺ പഞ്ചസാര, 1 ഗ്ലാസ് തേങ്ങാപ്പാൽ, അത്രയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പഴം ഒന്ന് തൊലി കളഞ്ഞൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ അത് മുറിച്ചിട്ടുണ്ട്. അപ്പം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചു വയ്ക്കാം. അപ്പോൾ അതവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ചുവന്ന അവലാണ് എടുക്കുന്നത്. ഒരു 2 സ്പൂണ് ചുവന്ന അവൽ. ഇതൊന്ന് നന്നായിട്ട് ക്രിസ്പി ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ജ്യൂസ് നമുക്ക് ഗ്ലാസ്സുകളിലേക്ക് പകരാം. നല്ല തിക്കായിട്ടുള്ള ജ്യൂസാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ചൂടിന് പറ്റിയ ജ്യൂസുകളാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇനി ഓരോ സ്പൂൺ അവൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഇനി വത്തക്ക കൊണ്ടുള്ള ജ്യൂസാണ്. അതിനായിട്ട് 2 കഷ്ണം വത്തക്ക എടുത്തിട്ടുണ്ട്. തണ്ണിമത്തൻ എന്നും പറയും, ഞങ്ങളിവിടെ വത്തക്ക എന്ന് പറയും. അപ്പോൾ അത് കുരു കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുരു ഉണ്ടെങ്കിൽ അത് കുരുവും കൂടി അടിച്ചു പോകും. അപ്പോൾ കുരു കളയണം. അപ്പോൾ അത് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 4 ഈത്തപ്പഴം, കുരു കളഞ്ഞിട്ടുള്ള 4 ഈത്തപ്പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5-8 ബദാം കുതിർത്തി വെച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏതോ 1 ഗ്ലാസ് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് വത്തക്കയുടെ തോടിലേക്ക് തന്നെയാണ് പകർന്നിരിക്കുന്നത്. ഇനി ഒരു 2 സ്പൂണ് ചിയാ സീഡ്സ് കുതിർത്തി വെച്ചിട്ടുണ്ട്, അതൊന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് കട്ടയായിട്ടുണ്ട്, അതൊന്ന് അലിയിച്ചെടുക്കാം. അപ്പോൾ ഈ ചൂടിന് പറ്റിയ 2 ജ്യൂസുകളാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ജ്യൂസ് ഉണ്ടാക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണേ. താങ്ക് യു. ഇതിൽ കുറച്ച് കടിക്കാനൊക്കെ ഉണ്ട്, ബദാമൊക്കെ ഒന്ന് കടിക്കാനുണ്ട്.